തോന്നുന്നു 7000-ൽ പരം ഭക്തിഗാനങ്ങൾ, അതായത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം, അങ്ങനെ ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടി. എത്ര സിനിമയെ പാടി? 10-20-25ഓളം സിനിമ പാടി. അതിൽ ഏറ്റവും മനസ്സിൽ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പാട്ട് ഏതാണ്? മറക്കാൻ പറ്റാത്ത, ആർക്കൊക്കെ വേണ്ടി പാടി അത് ഞാൻ ചോദിച്ചില്ല. ജോൺസന് വേണ്ടി പാടി. ജോൺസൺ മാസ്റ്റർ, പിന്നെ നമ്മുടെ വിദ്യാസാഗർ സാർ, പിന്നെ ബെനി ഇഗ്നീഷ്യസ്, രവീന്ദ്രൻ മാസ്റ്റർ, നമ്മുടെ മോൻസിത്താര, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും എല്ലാവർക്കും വേണ്ടി പാടി. എന്നാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന എപ്പോഴും എല്ലാവരും എല്ലാവരും ഞാൻ പാടിയെന്ന് തിരിച്ചറിയുന്ന പാട്ട് മഞ്ഞുമാസപ്പക്ഷിയാണ്, വിദ്യാസാഗർ സാറിന്റെ. അതെ അതെ. അപ്പൊ അതൊരു 2 ലൈനാവാം. മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ, മൗനം പൂക്കുന്നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ, എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ വാടുന്നു, എന്നുമീ മാമരച്ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു, മഞ്ഞുമാസപ്പക്ഷി. വിദ്യാജിയുടെ പാട്ടുകളൊക്കെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഷോയിൽ, റിയാലിറ്റി ഷോയിലുണ്ടല്ലോ, അപ്പോൾ ശരിക്കും കുട്ടികൾ വന്നിട്ട് അത് ആ പാട്ടുകൾ, വിദ്യാജിയുടെ പാട്ടുകൾ വരുമ്പോഴത്തേക്ക് ശരിക്കും അന്തരീക്ഷം തന്നെ അങ്ങ് മാറും. അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുന്നത്, ഒരു വൈബ്രന്റ് കമ്പോസിഷനാണ്. അല്ല, ശ്രീകുട്ടൻ അതിൽ ഇത് പാടിയിട്ടുണ്ട്. വിണ്ണിലെ പൊയ്കയിൽ ഈ ഗാനമാണ് ഞാൻ അതിനകത്ത്. നല്ല പാട്ടായിരുന്നു, അതിലെല്ലാ പാട്ടും ബ്യൂട്ടിഫുൾ. അത് ഞാൻ പറഞ്ഞില്ലേ, വിദ്യാജിയുടെ പാട്ടുകൾക്ക് എല്ലാം തന്നെ ഒരു മാസ്മരിക ശക്തിയുണ്ട്, മനുഷ്യനെ വല്ലാണ്ട് അട്രാക്ട്. ഞാനൊരു പാട്ടുകാരിയായിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ കിടന്നത്. പെട്ടെന്നാണ് ഞാൻ നോക്കുമ്പോൾ അരൂര് ഒരു സ്ഥാനാർത്ഥി, അത് നമ്മുടെ സ്ഥാനാർത്ഥി LDFന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിൽക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ഈ കലാകാരന്മാർക്കൊക്കെ കുറച്ച് തരളിതമായൊരു ഹൃദയമാണല്ലോ എപ്പോഴും ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് അലിവ് കൂടുമല്ലോ. ഇപ്പം എൻ്റെ മദറൊക്കെ ഒത്തിരി പാവപ്പെട്ടവരെ അവരെയൊക്കെ നോക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, ഒരുപാട് അലിവുള്ള ഒരു ഹൃദയമായിരുന്നു. അപ്പം നമ്മുടെ സ്വപ്നവും അങ്ങനെയൊക്കെയാണ്, കുറച്ചും മനുഷ്യർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു സ്വപ്നം നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, രാഷ്ട്രീയമേ നമുക്ക് പ്രതീക്ഷകളില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ റോട്ടറി ക്ലബിൻ്റെ ഒരു ഫംഗ്ഷന് ഞാൻ ചെന്നപ്പോൾ അവർ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാനായിട്ട് അവിടെ നിന്ന് എനിക്ക് വിളി വരിക. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഞാനൊന്നും ഇല്ല, ഞാൻ നിൽക്കേയില്ല എന്ന് പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയം അറിയാൻ പാടില്ല, ഞാൻ നിൽക്കുക. അപ്പോൾ ഇപ്രാവശ്യം മാത്രം ജസ്റ്റ് ഒന്ന് നിന്ന് തന്നാൽ മതി, വേറെ ഒരു കുഴപ്പമുണ്ടത്തില്ല. അപ്പോൾ ഞാനത് അംഗീകരിച്ചില്ല, ഒരു തരത്തിൽ അംഗീകരിച്ചിട്ട് വീട്ടിലെല്ലാവരും എതിർപ്പ്, വേണ്ട രാഷ്ട്രീയത്തിൽ പോകേണ്ട, സിനിമ പാട്ടുള്ളപ്പോൾ സിനിമയെ പോകേണ്ടത്, മ്യൂസിഷ്യനാണ്, പാട്ടുള്ളപ്പോൾ സംഗീതമുള്ളപ്പോൾ എന്തിനീ രാഷ്ട്രീയം എന്നുള്ള ലെവലിൽ എല്ലാവരും കൂടെ എന്നെ തടഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ മക്കളൊക്കെ നമ്മളുടെ ഇടതുപക്ഷമാണ്. അപ്പം അവരെന്നോട് പറഞ്ഞു, ആൻറ്റിയുടെ സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ പാവപ്പെട്ടവനെ നോക്കണം, അത് നോക്കണം, ഇങ്ങനെയൊക്കെയാണല്ലോ പൊതുപ്രവർത്തനം. അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് വന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ സ്വന്തം കയ്യിൽ പൈസ കൊടുത്തിട്ട് എത്ര പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ അനേകം മനുഷ്യർക്ക് രക്ഷകളാവും എന്ന് പറഞ്ഞ് എന്നെ മനസ്സ് തിരിച്ചവരെ രാത്രി വരെ എല്ലാവരും പലരായിട്ട് വിളിച്ചു, മന്ത്രിതലത്തിൽ വരെ വിളിച്ചു, ദലിമ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അന്ന് ആരിഫ് സാർ ഉണ്ട്, അവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഇവരെല്ലാവരും നിർബന്ധമാണ്, മനു എല്ലാവരും വിളിച്ചു നമ്മളെ. നമ്മുടെ ഏറ്റവും കൂടുതൽ ആദ്യം എന്നെ കണ്ടെത്തിയത് നമ്മുടെ സജിച്ചെറിയാൻ സാറാണ് എന്നെ കണ്ടെത്തിയത്. അദ്ദേഹമാണ് എന്നെ നിർത്തണം എന്നും പറഞ്ഞൊരു അഭിപ്രായം പിന്നെ അങ്ങനെ അദ്ദേഹം വഴിയാണ് എന്നെ കൊണ്ടുവന്നത്. എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്തു, ഞാൻ നിന്നു. അങ്ങനെ നിർത്തിയിട്ട് പിന്നെ എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം തന്നു. ആ ജില്ലാ പഞ്ചായത്ത് മത്സരിച്ച് വിജയിച്ചു, വൈസ് പ്രസിഡന്റായി. പിന്നെ ആ ഒരു 5 വർഷം ഞാൻ ജില്ലാ പഞ്ചായത്തിലെ സജീവമായിട്ട് പ്രവർത്തിച്ചു. അപ്പൊ ആ പ്രവർത്തനത്തിന്റെ പേരിൽ രണ്ടാമതും ജില്ലയിലോട്ട് വീണ്ടും മത്സരം വന്നു. അപ്പൊ നമ്മള് പുറകോട്ട് പോയി, ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. ഇനി വേണ്ട, ഇനി മടുത്തു, രാഷ്ട്രീയം വേണ്ട എന്നുള്ള ലെവലിൽ വന്നു. പക്ഷെ എല്ലാവരും കൂടെ വന്നു
നമ്മളെ നിർബന്ധിച്ചു വീണ്ടും നിർത്തി വീണ്ടും വിജയിച്ചു. അങ്ങനെ രണ്ടാമതും വൈസ് പ്രസിഡന്റ് ആയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ. പിന്നെ അത് രാജിവെച്ചിട്ടാണ് ഇതില് വന്നത്. എന്തായാലും ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ മലയാള ചലച്ചിത്ര ലോകത്തുനിന്ന് നമ്മളെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു MLA ഞങ്ങൾക്കുണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് എന്താണ് സന്തോഷവും ബഹുമാനവും ഉണ്ട്. താങ്ക് യു.